നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിറ്റൂരിൽ സഹോദരങ്ങളായ വിദ്യാർത്ഥികളെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. മരിച്ചത് അണിക്കോട് ചാമപ്പറമ്പിൽ കാശി വിശ്വനാഥൻ ജ്യോതി ദമ്പതികളുടെ മക്കളായ രാമനും ലക്ഷ്മണനും. കുട്ടികൾക്ക് നീന്തലറിയാമായിരുന്നുവെന്നും പതിവായി കുളത്തിൽ പോകാറുണ്ടെന്നും രക്ഷിതാക്കൾ. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലത്ത് 19 വയസ്സുകാരന് നേരെ ആൾക്കൂട്ടാക്രമണം. കണ്ടാലറിയാവുന്ന 13 പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി ചികിത്സയിൽ. ദേശമംഗലം വറവട്ടൂരിൽ തെരുവ് നായയുടെ കടിയേറ്റ് 6 പേർക്ക് പരിക്ക്. ചെറുതുരുത്തി കലാമണ്ഡലത്തിനടുത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന്റെ പരിക്ക്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിക്ക് വലതുകൈ നഷ്ടപ്പെട്ട സംഭവത്തിൽ മന്ത്രിസഭ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയിലുള്ള കുട്ടിയെ ഭാരവാഹികൾ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ചിറ്റൂരിൽ സഹോദരങ്ങളായ വിദ്യാർത്ഥികളെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റൂർ അണിക്കോട് ചാമപ്പറമ്പ് ദേവി നിവാസിൽ കാശി വിശ്വനാഥൻ ജ്യോതി ദമ്പതികളുടെ മക്കളായ രാമൻ, ലക്ഷ്മണൻ എന്നിവരെയാണ് വീടിന് സമീപത്തെ ലങ്കേശ്വര ഗ്രാമത്തിലെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിറ്റൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥികളായ രാമനും ലക്ഷ്മണനും പതിവായി ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസവും ക്ഷേത്രക്കുളത്തിലേക്ക് പോയിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രക്കുളം കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിലാണ് ഇവരുടെ വസ്ത്രങ്ങളും ചെരുപ്പും സമീപത്ത് കണ്ടെത്തിയത്. തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. ആദ്യം ലക്ഷ്മണന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അല്പമകലെയായി പാഴ്ചെടികൾക്കിടയിൽ മറഞ്ഞുകിടക്കും വിധമായിരുന്നു രാമന്റെ മൃതദേഹം. ഇരുവരും നീന്തൽ അറിയാവുന്നവരാണെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാരും വീട്ടുകാരും പറയുന്നു. പരാതിയെ തുടർന്ന് ചിറ്റൂർ പോലീസ് കേസെടുത്തു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ദുരന്ത വാർത്തയറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് 19 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ടാക്രമണം. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് തനിക്കെതിരെ നടന്നതെന്ന് പരിക്കേറ്റ ജസീം പറഞ്ഞു. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 13 പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിലാണ്. റോഡിലൂടെ നടന്നു വരികയായിരുന്ന ജസീമിനെ ഒരു സംഘം പുറകിൽ നിന്ന് ചവിട്ടി റോഡിലേക്ക് വീഴ്ത്തുകയായിരുന്നു. നിലത്തു വീണ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മുഖത്തും ശരീരത്തിലും അതിക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ ജസീമിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിച്ചെന്ന കാരണത്താലാണ് ചെറുതുരുത്തി പള്ളം സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കൾ തന്നെ മർദ്ദിച്ചതെന്ന് ജസീം മൊഴി നൽകിയിട്ടുണ്ട്. ഒരു വോയിസ് പ്രശ്നത്തിന്റെ പേരിൽ ഒത്തുതീർപ്പാക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അക്രമമാണ് തനിക്കെതിരെ നടന്നതെന്നും ജസീം വെളിപ്പെടുത്തി. മുഹമ്മദ് ജാസിം ദേശവാനം കൊണ്ടൊരു സ്വദേശിയാണ് ഞാൻ. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സംഘം ചേർന്ന ചെക്കന്മാരിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ എന്താ കോംപ്രമൈസ് ആയ ചെറിയൊരു പ്രശ്നമാണ്, ചെറിയൊരു വോയിസിൻ്റെ മേലുണ്ടായ ചെറിയൊരു പ്രശ്നമാണിത്. ആ പ്രശ്നത്തോടെ കോംപ്രമൈസ് ആയി ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഒരു കൂട്ടത്തോടെ നിന്ന് പ്ലാൻ ചെയ്ത ഒരു സംഭവമാണിത്. അതിലൊരുത്തൻ അഫി പറഞ്ഞ ഒരുത്തൻ എന്നെ ചാടി ചവിട്ടി എൻ്റെ തല നേരെ റോട്ടിലേക്ക് ഇടിച്ചു. എൻ്റെ ബോധം വരെ നഷ്ടപ്പെട്ടു. എനിക്ക് ബോധം പോയി ഞാൻ നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥനായി ഞാൻ നിലത്ത് കടന്നു. എന്നിട്ട് അവരെന്നെ ചവിട്ടുകയും വണ്ടിലെ ചായയൂണിൻ്റെ പുറത്ത് കുത്തുകയും ചെയ്തു. അതിൽ 2-3 ചെക്കന്മാർ കുത്തറ കൊല്ലട അങ്ങനെ കുറേ വർത്തമാനങ്ങൾ പറയുന്നത് എൻ്റെ കുഞ്ഞിപ്പയും എൻ്റെ കുഞ്ഞിപ്പാൻ്റെ കൂട്ടുകാരൻ അനിൽ, ശരത്ത്, എൻ്റെ ചങ്ങായിമാരൊക്കെ കേട്ടു. നാട്ടുകാർ ചേർന്ന് തന്നെ ദേശവാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പറ്റില്ല, ഡോക്ടറില്ല, ഇപ്പം നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ കൂട്ടത്തിലുണ്ടായിരുന്ന അഫി എന്നു പേരുള്ള ഒരാൾ ചവിട്ടിയതിനെ തുടർന്ന് താൻ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണു. നിലത്തു കിടന്ന് തന്നെ ചവിട്ടുകയും വണ്ടിയുടെ താക്കോൽ ഉപയോഗിച്ച് പുറത്ത് കുത്തുകയും ചെയ്തതായും വിദ്യാർത്ഥി പറഞ്ഞു. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കണ്ടാലറിയാവുന്ന 13 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിക്ക് വലതുകൈ നഷ്ടപ്പെട്ട സംഭവത്തിൽ മന്ത്രിസഭ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ വിമൻസ് ജസ്റ്റിസ് നേതാക്കൾ സന്ദർശിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ സംഭവിച്ച അശ്രദ്ധ മൂലമാണ് 9 വയസ്സുകാരിക്ക് വലതുകൈ നഷ്ടപ്പെട്ടത്.
കൈ മുട്ടിന് താഴെ മുറിച്ചു മാറ്റുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയിലുള്ള 9 വയസ്സുകാരിയെ വിമൻ ജസ്റ്റിസ് നേതാക്കൾ സന്ദർശിച്ചു. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന പട്ടികജാതി കുടുംബം ജോലിക്ക് പോകാൻ കഴിയാതെ 1 മാസത്തിലേറെയായി ആശുപത്രിയിൽ കുട്ടിക്കൊപ്പമാണ്. കുട്ടി ഇപ്പോഴും ICUവിലാണ്. രക്ഷിതാക്കളുടെ 3 മക്കളിൽ ഒരേ ഒരു പെൺകുട്ടിക്കാണ് ഈ ദുരവസ്ഥ നേരിട്ടത്. താഴെയുള്ള 6ഉം 4ഉം വയസ്സുള്ള ആൺകുട്ടികളെ വീട്ടിലാക്കിയാണ് രക്ഷിതാക്കൾ മകൾക്കൊപ്പം ഇരിക്കുന്നത്. സഹായത്തിനായി കലക്ടർക്കും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മെഡിക്കൽ നെഗ്ലിജൻസിനെ തുടർന്ന് രോഗികൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇരയാക്കപ്പെട്ടവർ നീതിക്ക് വേണ്ടി ആയുസ് മുഴുവൻ തെരുവിൽ ജീവിക്കേണ്ടി വരുന്നു എന്നത് ഖേദകരമാണെന്ന് വിമൻ ജസ്റ്റിസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 9 വയസ്സിൽ വലതുകൈ മുറിച്ചുമാറ്റേണ്ടി വന്ന ഒരു പെൺകുട്ടിയും അവളുടെ കുടുംബവും ഭാവി ജീവിതത്തെ നേരിടേണ്ടത് എങ്ങനെയെന്ന ചോദ്യത്തിന് സർക്കാരും ആരോഗ്യവകുപ്പും ഉത്തരം പറയണം. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള അടിയന്തര ധനസഹായം മന്ത്രിസഭ പ്രഖ്യാപിക്കണമെന്ന് വിമൻ ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ, ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ എന്നിവർക്കൊപ്പം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട്, ജനറൽ സെക്രട്ടറി ഫൗസിയ അബുലൈസ് എന്നിവരാണ് കുടുംബത്തെ സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം പഞ്ചായത്തിലെ വറവട്ടൂരിൽ തെരുവുനായയുടെ വിളയാട്ടം. തെരുവുനായ കടിച്ച് 6 പേർക്ക് പരിക്കുപറ്റി. ശനി ഞായർ ദിവസങ്ങളിലായാണ് പ്രസവിച്ച് കിടന്നിരുന്ന തെരുവ് പട്ടി കടിച്ചത്. വറവട്ടൂരിലെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുഞ്ചുനായർ, വനജ, കാർത്തികേയൻ, കുട്ടൻ, യൂസഫ്, അലി എന്നിവർക്കാണ് കടിയേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതരമായ പരിക്കേറ്റു. നിയന്ത്രണം തെറ്റിയ കാറാണ് ബൈക്കിലിടിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. തൃശ്ശൂരിലെ ഈ സർക്കാർ സ്കൂൾ ആരെയും അമ്പരിപ്പിക്കും. AC ക്ലാസ് മുറികളോടെ പുത്തൻ ഭാവത്തിൽ ഹൈടെക്കാണ് അമ്മാടം ഗവൺമെൻറ് LP സ്കൂൾ. 117 വർഷം പഴക്കമുള്ളതാണ് പാറളം പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ അമ്മാടം GLP സ്കൂൾ. 1,40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾക്ക് മാതൃകയായി പറവളം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ദിവസേന പ്രഭാത ഭക്ഷണവും കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. ക്ലാസ് മുറികളിൽ AC-ക്ക് പുറമെ LCD പ്രൊജക്ടറിൻ്റെ സഹായത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനവും ഉറപ്പുവരുത്തുന്നു. ലൈബ്രറിയും സ്പീക്കർ സിസ്റ്റവും ക്ലാസ് മുറികളിൽ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ ഇരിപ്പിടങ്ങൾ, ഊർജ്ജ സംരക്ഷണത്തിൻ്റെ ഭാഗമായി സോളാർ പാനൽ, ശുദ്ധമായ കുടിവെള്ളത്തിനായി വാട്ടർ കിയോസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കായിക വിനോദങ്ങൾക്ക് വേണ്ടി സ്പോർട്സ് കിറ്റ്, ലാംഗ്വേജ് ലാബ്, ടീച്ചിങ് എയ്ഡ്സ് എന്നിവയും ഇവിടെയുണ്ട്. SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർണ്ണക്കൂടാരവും ഹെലികോപ്റ്റർ, ഹരിതോദ്യാനം, വിവിധ പഠനയിടങ്ങൾ, കളിയുപകരണങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു. പാറളം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് 117 വർഷത്തെ പാരമ്പര്യമുള്ള അമ്മാടം ഗവൺമെൻറ് LP സ്കൂൾ. ഈ ഗവൺമെൻറ് LP സ്കൂളിലെ 1 കോടി രൂപ ചെലവഴിച്ച് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 4 ക്ലാസ് മുറികൾ, SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഡീഷണൽ ക്ലാസ് മുറികളുടെ നിർമ്മാണം 30 ലക്ഷം രൂപയുടെ ഫണ്ട്, SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രീ പ്രൈമറി ശാക്തീകരണത്തിൻ്റെ ഭാഗമായി വർണ്ണക്കൂടാരത്തിന് 10 ലക്ഷം, അങ്ങനെ 7 ക്ലാസ് മുറികൾ പണി കഴിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടെ ഈ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ പാറളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 7 ക്ലാസ് മുറികളിലും ശീതീകരിച്ച ക്ലാസ് മുറികളാക്കി മാറ്റി. ഈ സ്കൂളിൽ പഠിച്ചാൽ
കുട്ടികൾ കൂളായി പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ പഠനം ലഭ്യമാക്കുന്നതിന് വേണ്ടി അതൊരു കുട്ടിയുടെ അവകാശമാണെന്നുള്ള രീതിയിൽ പാർല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാ ക്ലാസ് മുറികളിലേക്കും 10 ക്ലാസ് മുറികളിലേക്കും LCD പ്രൊജക്ടർ, 10 ക്ലാസ് മുറികളിലേക്കും ക്ലാസ് ലൈബ്രറി, ലാംഗ്വേജ് ലാബ്, അതുപോലെ ശുദ്ധജലം ലഭ്യമാകുന്നതിന് വേണ്ടി വാട്ടർ കിയോസ്ക്, സോളാർ പാനൽ തുടങ്ങി കളി ഉപകരണങ്ങൾ കുട്ടികളെ ആനന്ദകരവും ഉല്ലാസകരവുമാക്കാൻ വിദ്യാലയത്തിലേക്ക് വന്നാൽ പിന്നെ പോകാത്ത രീതിയിൽ കളി ഉപകരണങ്ങളും വർണ്ണക്കൂടാരവും ഒരുക്കിയിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് ഏറെ ആനന്ദകരമാണ്. കുട്ടികൾ സാധാരണ രീതിയിൽ കുട്ടികൾ ഒരു ദിവസം സ്കൂൾ മുടക്കമുണ്ടെന്ന് കേട്ടാൽ അവർ സന്തോഷിക്കുന്ന സമയത്ത് ഈ വിദ്യാലയത്തിൽ കുട്ടികൾ സ്കൂളിലേക്ക് വരാനായിട്ട് തിടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചന്ദ്രൻ ഓർമ്മയായി. സ്മരണകൾ ഉണർത്തി കടത്തുതോണി. പെരുങ്കോട്ടുകുറിശി ഞാവളുംകടവ് തടയണ വെള്ളത്തിൽ മുങ്ങിയാൽ ഏക ആശ്രയമായിരുന്ന കടത്തുതോണി ഉടമയും കടത്തുകാരനുമായ പെരുങ്കോട്ടുകുറിശി വടക്കുംപുറം കളത്തുതൊടി ചന്ദ്രൻ എന്ന 81കാരൻ 50 വർഷത്തെ സേവനത്തിനൊടുവിൽ വെള്ളിയാഴ്ചയായിരുന്നു ചന്ദ്രൻ ലോകത്തോട് വിട പറഞ്ഞത്. ഭാരതപ്പുഴ കരകവിഞ്ഞ് പെരിങ്ങോട്ടുകുറിശി ഞാവളുംകടവ് തടയണ വെള്ളത്തിൽ മുങ്ങിയാൽ 50 കൊല്ലമായി യാത്രക്കാരുടെ ഏക ആശ്രയമായിരുന്ന കടത്തുതോണി ഉടമയും കടത്തുകാരനുമായ പെരിങ്ങോട്ടുകുറിശി വടക്കുംപുറം കളത്തിൽ തൊടി ചന്ദ്രൻ വെള്ളിയാഴ്ചയാണ് വിട പറഞ്ഞത്. 81 വയസ്സായിരുന്നു. സ്കൂൾ പഠനകാലത്തു തന്നെ അച്ഛനോടൊപ്പം യാത്രക്കാരെ പത്തിരിപ്പാല ഭാഗത്തേക്കും തിരിച്ച് പെരിങ്ങോട്ടുകുറിശി ഭാഗത്തേക്കും ചന്ദ്രൻ എത്തിച്ചിരുന്നു. ചന്ദ്രൻ പിന്നീട് തനിച്ചാണ് ഏറെക്കാലം കടത്തുതോണി തുഴഞ്ഞത്. എന്നും വെളുപ്പാൻകാലത്ത് പുഴക്കടവിലെത്തി ഇരുട്ടു പരന്ന ശേഷമാണ് മടങ്ങാറുള്ളത്. കാലവർഷം ശക്തി പ്രാപിച്ചാൽ ചന്ദ്രൻ തോണിയുമായി കടവിലെത്തും. പട്ടാമ്പിയിൽ നിന്നും കൊണ്ടുവന്ന തോണിയാണ് കടത്തിനായി ഉപയോഗിച്ചിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിലും മുടക്കം വരാതെ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ചന്ദ്രൻ തോണി ഇറക്കിയിരുന്നു. കാലവർഷം കലിതുള്ളിയാൽ സംശയിക്കേണ്ട. ഞാവളും കടവിൽ ചന്ദ്രനും തോണിയും യാത്രക്കാരെ കാത്ത് കിടപ്പുണ്ടാവും. ചില ദിവസങ്ങളിൽ കൂലി പോലും ഒക്കാറില്ലെങ്കിലും തുഴ പിടിച്ച് തഴമ്പിച്ച ചന്ദ്രൻ്റെ കൈകളിൽ തോണിയും യാത്രക്കാരും ഭദ്രമായിരിക്കും. 50 കൊല്ലത്തെ തോണിക്കടത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അപകടം സംഭവിച്ചിട്ടില്ല എന്നത് ചന്ദ്രനും കടത്തുതോണിക്കും ഒരു പൊൻതൂവലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സിസ്റ്റർ മേരി സിയന്ന AC ഷൊർണൂരിൽ സെന്റ് തേരസ് കോൺവെന്റിൽ നിര്യാതയായി. 92 വയസ്സായിരുന്നു. അപ്സ്തോലിക് കാർമൽ സഭ അംഗമായ മേരി സിയന്ന മൂവാറ്റുപുഴ പേയ്ക്കൽ ജോസഫ് വർക്കിയുടെയും മറിയത്തിൻ്റെയും മകളാണ്. മംഗലാപുരം മേരി ഹിൽ, വടകര സെൻറ്റ് ആൻ്റണീസ്, തലശ്ശേരി സേക്രഡ് ഹാർട്ട്, താമ്പരം ക്രൈസ്റ്റ് കിങ്, കണ്ണൂർ സെൻറ്റ് ട്രീസാസ്, ഷൊർണൂർ സെൻറ്റ് തേരേസസ് തുടങ്ങി നിരവധി കോൺവെൻറ്റുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാമകൃഷ്ണപ്പടി വേളത്ത് വീട്ടിൽ രാധാമ്മ നിര്യാതയായി. മകൻ മനോജ്, മരുമകൾ ദേവിപ്രിയ. സംസ്കാരം അയ്യൂർകുളത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറ്റൂരിൽ സഹോദരങ്ങളായ വിദ്യാർത്ഥികളെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. മരിച്ചത് അണിക്കോട് ചാമ്പപ്പറമ്പിൽ കാശി വിശ്വനാഥൻ ജ്യോതി ദമ്പതികളുടെ മക്കളായ രാമനും ലക്ഷ്മണനും. കുട്ടികൾക്ക് നീന്തലറിയാമായിരുന്നുവെന്നും പതിവായി കുളത്തിൽ പോകാറുണ്ടെന്നും രക്ഷിതാക്കൾ. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലത്ത് 19 വയസ്സുകാരന് നേരെ ആൾക്കൂട്ടാക്രമണം. കണ്ടാലറിയാവുന്ന 13 പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി ചികിത്സയിൽ. ദേശമംഗലം വറവട്ടൂരിൽ തെരുവ് നായയുടെ കടിയേറ്റ് 6 പേർക്ക് പരിക്ക്. ചെറുതുരുത്തി കലാമണ്ഡലത്തിനടുത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന്റെ പരിക്ക്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിക്ക് വലതുകൈ നഷ്ടപ്പെട്ട സംഭവത്തിൽ മന്ത്രിസഭ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയിലുള്ള കുട്ടിയെ ഭാരവാഹികൾ സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.